ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ ശ്രീകലാമീൻ. ഞാൻ വീണ്ടും രോഗി പരിചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, മൗത്ത് കെയർ കൊടുക്കുക, മൗത്ത് എങ്ങനെ ക്ലീൻ ചെയ്യാം. ഇന്ന് ഞാൻ പറയുന്നത് പുറത്ത് പൊട്ടലുകൾ വരാതിരിക്കാൻ കിടപ്പ് രോഗികൾക്ക് എങ്ങനെ നമുക്ക് ഒരു മസാജിങ് കൊടുക്കാം. ചെറിയൊരു ടിപ്പാണ്, സാധാരണ നമ്മൾ ചെയ്തു വരുന്നതാണ് ഹോസ്പിറ്റലുകളായാലും. അപ്പോൾ അത് എന്താണെന്ന് പറയാം. കിടപ്പ് രോഗികൾ നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പുറത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് ഡ്രൈ ആക്കി മോയ്സ്ചറൈസറൊക്കെ പരത്തി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ചെറിയ പൗഡർ, എന്ത് പൗഡറാണ് യൂസ് ചെയ്യുന്നത് ആ പൗഡർ ഇട്ടിട്ട് നമുക്ക് ഈ പുറം ഭാഗം ഇവിടെ മുതൽ കഴുത്ത് മുതൽ ഇങ്ങനെ സെമി സർക്കുലർ മൂവ്മെൻറ്റിൽ ഇങ്ങനെ മെല്ലെ താഴെ വരെ ഇവിടെ വരെ ബട്ടക്സ് വരെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ നല്ലതാണ്. 1, 2, 3 തവണ മെല്ലെ ചെയ്യാം. അപ്പോൾ അത് ഡെയിലി ചെയ്താൽ വളരെ നല്ലതാണ്. പൊട്ടാനുള്ള സാധ്യത കുറയ്ക്കും, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അതുമാത്രമല്ല, നമുക്ക് തൈയുടെ ഭാഗത്തും ചെയ്യാം. കാലിൻ്റെ ഉപ്പിറ്റി ഭാഗം അത് മെല്ലെ തടവി കൊടുക്കാം. അത് നമുക്ക് പ്രഷർ പോയിൻറ്റുകളെല്ലാം നന്നായി ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ. അത് പിന്നെ ഡെക്യുബിറ്റിക് അൾസറായിട്ട് മാറും. അതായത് ബെഡ് സോർ എന്ന് പറയും. അത് പിന്നീട് ചികിത്സിച്ച് ഭേദമൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ കിടപ്പ് രോഗികളുള്ള എല്ലാവർക്കും ഇത് ഉപകരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. താങ്ക് യു വെരി മച്ച്.